Welcome to RK's Stories. താളം ഭാഗം 45. വൈകുന്നേരം തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വരാന്തയിൽ നിന്നും കുഞ്ഞമ്മ ആരോടോ സംസാരിക്കുന്നത് റോസ് കേട്ടത്. തയ്യൽ നിർത്തിയ അവൾ ആ സംസാരം ശ്രദ്ധിച്ചു. വൃഷ്ടിയല്ലേ അത്? ഇവളെന്താ ഓഫീസ് വിട്ട് നേരെ ഇങ്ങോട്ട് കയറിയത്? തയ്യൽ മെഷീന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് വരാന്തയിലേക്ക് നടക്കുന്നതിനിടയിൽ അതാണ് അവൾ ആലോചിച്ചത്. ഞാൻ ഇനി 40 കഴിഞ്ഞിട്ട് പോകാന്നാ കരുതുന്നത് കൊച്ചേ. അവിടെ ജേസി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കൊള്ളും. ഇവളെ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് എങ്ങനെയാ പോകുന്നേ? കുഞ്ഞമ്മയുടെ സംസാരവും നെടുവീർപ്പും കേട്ടുകൊണ്ടാണ് റോസ് വരാന്തയിലേക്ക് കയറി ചെന്നത്. താൻ അവർക്കൊരു ബാധ്യത അല്ലെന്നറിയാമെങ്കിൽ പോലും ആ വാക്കുകളിൽ റോസിന് വേദനിച്ചു. ഒറ്റയ്ക്കായി പോകുന്ന പെൺകുട്ടികൾ ബന്ധുക്കളുടെ മനസ്സിൽ എന്നും ഒരു ആശങ്കയാണ്. ചുറ്റിനും എത്ര പേരുണ്ടെങ്കിലും അവർ വെളിവാക്കുന്ന ആ ആശങ്കകൾ അച്ഛനും അമ്മയും ഇല്ലാതാകുന്നതോടെ തങ്ങൾ അനാഥരായി പോകുന്നുവെന്ന സത്യത്തെ ഉറക്കെ വിളിച്ചു പറയും. കുഞ്ഞമ്മയോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിൽ നിൽക്കുകയായിരുന്ന വൃശ്ചിക റോസിനെ കണ്ടതും അടുത്തേക്ക് വന്നവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ എന്താ പെണ്ണെ ഇന്ന് ഓഫീസ് വിട്ടതും നേരെ ഇങ്ങോട്ട് പോന്നേ? മുഖത്തെ മങ്ങലിന് മേൽ ചിരിയുടെ ഒരു ആവരണം അണിഞ്ഞുകൊണ്ട് റോസ് ചോദിച്ചപ്പോ വൃശ്ചിക കുഞ്ഞമ്മ കാണാതെ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ ആദ്യമായിട്ട് കടയിൽ പോയതല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാന്ന് കരുതി കയറിയതാ. അവൾ വന്നതിന്റെ ഉദ്ദേശം അതല്ലെന്ന് മനസ്സിലാക്കിയ റോസ് കണ്ണുകൾ ചുരുക്കി അതെന്തായിരിക്കുമെന്ന് ആലോചിച്ചു. നിങ്ങൾ എന്നാ സംസാരിച്ച് നിൽക്ക്, ഞാൻ ആ ഉണങ്ങിയ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഇനി പറയ്, എന്താ കാര്യം? തിരിഞ്ഞു നോക്കി കുഞ്ഞമ്മ അകത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് റോസ് ചോദിച്ചത്. പറയാം, നമുക്ക് യാമിയുടെ വീട്ടിലേക്ക് പോയാലോ? റോസിന്റെ മുഖം ചുളിഞ്ഞു. അപ്പോ സംഗതി അല്പം ഗൗരവമുള്ളതാ, അവൾ ഓർത്തു. വാ. വൃശ്ചിക റോസിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. കുഞ്ഞമ്മേ, ഞങ്ങളൊന്ന് യാമിയുടെ വീട് വരെ പോയിച്ചും വരാം കേട്ടോ. അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് റോസ് വൃശ്ചികയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. യാമി അവരുടെ വീടിന്റെ മുൻവശത്ത് തന്നെ അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇവളെന്താ പതിവില്ലാതെ അങ്ങേരുടെ കസേരയിൽ കയറിയിരിക്കുന്നേ? വൃശ്ചികയോട് മന്ത്രിച്ചുകൊണ്ടാണ് റോസ് ആ പടികൾ കയറിയത്. അവർ വന്നതുപോലും അറിയാതെ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് മൂളിപ്പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു യാമി. റോസും വൃശ്ചികയും അവൾക്ക് ഇരുവശത്തു നിന്ന് പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. റോസ് ഉണ്ടാക്കിയ ശബ്ദത്തിൽ യാമി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. എന്റെ അമ്മച്ചി! അവൾ നെഞ്ചിൽ കൈവച്ച് അവരിരുവരെയും നോക്കി കിതച്ചു. ഓ, പേടിപ്പിച്ച് കളഞ്ഞോടി ദുഷ്ടത്തികളെ, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. റോസ് അവളെ തള്ളി വീണ്ടും കസേരയിലേക്ക് ഇരുത്തിയിട്ട് മുഖത്തോട് മുഖം അടുപ്പിച്ച് ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പേടിപ്പിക്കാൻ പോകുന്നതല്ലേ ഉള്ളു മോളെ, സത്യം പറയും. ഞാനൊരു ദിവസം മാറി നിന്നപ്പോ ആ പ്രവീണേട്ടൻ എന്ത് പരമാനന്ദ രസാടി നിനക്ക് നൽകിയത്? വൃശ്ചിക അത് കേട്ട് വാ പൊത്തിച്ചിരിച്ചപ്പോ അടിയേറ്റതുപോലെ യാമിയുടെ മുഖം ചുവന്നുപോയി. എന്ത്? അവൾ ഇരുന്ന് വിക്കി. ഒന്ന് പോയേ, ചുമ്മാ ഒരു പാട്ട് പാടിയെന്നും വെച്ച്. വേറെ ഒരു പാട്ടും കണ്ടില്ലല്ലോ നിനക്ക് പാടാൻ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ, സത്യം പറയുന്നതാ ഇനി നിനക്ക് നല്ലത്. പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് കരുതി റോസ് ഒന്നുകൂടി ഭീഷണിപ്പെടുത്തി നോക്കി. അതോടെ യാമി നഖം കടിച്ച് അവരെ ഇടം കണ്ണാലെ നോക്കി. ചോദിക്ക് എന്ന് പറയും പോലെ വൃശ്ചിക റോസിനെ 2 തോട്ടും തോണ്ടി. യാമിയുടെ കഴുത്തിന് പിടിക്കാൻ എന്നോണം റോസ് കൈകൾ നീട്ടി. ശരി പിള്ളേര് ഒന്നുമില്ല, ഇന്ന് കാലത്ത് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പ്രവീണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. റോസിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവൾ മടിച്ചു നിൽക്കാതെ നടന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അമ്പലത്തിൽ പോകാതെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? നീ ഇതെന്തോന്നേ ചോദിക്കുന്ന റോസമ്മ? അമ്പലത്തിൽ പോകാതെ വേറെ എങ്ങോട്ട് പോവാൻ? നേരെ അമ്പലത്തിൽ പോയി തൊഴുതു, എന്നിട്ട് തിരിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യെന്നാ നീ വിശ്വസിക്കണ്ട. യാമി മുഖം വീർപ്പിച്ചു.
അമ്പലത്തിലാ പോയതെങ്കിലേ വല്ല ഭക്തിഗാനോ അല്ലേ വൃശ്ചിക പാടേണ്ടത്? അതെ അതെ. കിട്ടിയ അവസരം പാഴാക്കാതെ വൃശ്ചിക ചാടി കയറി പറഞ്ഞു. കഷ്ടമുണ്ടോ. പിണങ്ങിയതുപോലെ യാമി വീണ്ടും മുഖം വീർപ്പിച്ചു. റോസ് കൈ നീട്ടി അവളുടെ കവിളുകളിൽ പിടിച്ചു കൊഞ്ചിച്ചു. എന്റെ ബുദ്ധൂസേ, ഞങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേടി. പക്ഷെ ഇനി തൊട്ടേ നീ പ്രവീണേട്ടന്റെ കൂടെ തന്നെ പോയാ മതി. എങ്ങാനും പരമാനന്ദ രസം നൽകിയാലോ അങ്ങേര്. വൃശ്ചികയും റോസും കൂടി പൊട്ടിച്ചിരിച്ചപ്പോ പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് യാമി മുഖം കുനിച്ചിരുന്നു. ആ, അതവിടെ നിൽക്കട്ടെ. ഇനി നീ നിന്റെ കാര്യം പറഞ്ഞേ. റോസ് പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ യാമി മുഖം ഉയർത്തി. റോസിന്റെ നോട്ടം വൃശ്ചികയുടെ നേരെയാണെന്ന് കണ്ടതും യാമിയും അവളെ തിരിഞ്ഞു നോക്കി. പതിവില്ലാത്തൊരു ചമ്മൽ വൃശ്ചികയുടെ മുഖത്ത്. അത് കണ്ടതോടെ റോസ് അവളെ കിള്ളിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, എന്താടി കാര്യം? പറയാം. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലേ യാമി? ഇല്ല, അവര് പ്രവീണേട്ടന്റെ വീട്ടിൽ പോയേക്കുവാ. അവിടെ ശ്രീയേട്ടത്തിക്ക് വിശേഷം ഉണ്ടെന്ന്. റോസമ്മോ, നീ ഇത് കേട്ടോ? ഇപ്പൊ ശ്രീയേച്ചി മാറി ശ്രീയേട്ടത്തിയായി. നീ ഉഴപ്പാതെ കാര്യം അറിയ വൃശ്ചി. അവളുടെ കളിയാക്കൽ കാര്യമാക്കാതെ യാമി അക്ഷമയായി. അതെ, നീ കാര്യം പറയും. റോസും അവളെ പിന്തുണച്ചപ്പോ വൃശ്ചിക താഴേക്ക് നോക്കി വിരൽ കൊണ്ട് കളം വരച്ചു. അയ്യേ, എന്തോന്നാടി ഇത്? അവളുടെ ആ നിൽപ്പും ഭാവവും പിടിക്കാത്ത വിധം റോസ് മുഖം ചുളിച്ചു. എനിക്ക് ഒരു കല്യാണാലോചന. ഏ? റോസും യാമിയും ഒരുമിച്ചാണ് ആശ്ചര്യത്തോടെ അവളെ മെഴിച്ചു നോക്കിയത്. അത് പിന്നെ റോസെ, നിന്റെ ആ ഏട്ടനില്ലേ? എന്റെ ഏട്ടനോ? റോസിന്റെ മുഖം വീണ്ടും ഒന്നുകൂടി ചുളിഞ്ഞു. അന്നിവിടെ വന്നില്ലേ നിന്റെ അമ്മച്ചിയുടെ ഏട്ടന്റെ മകൻ രഘുനന്ദൻ? ഏത്, ആ കാട്ടുപോത്തോ? വൃശ്ചിക മുഖം താഴ്ത്തി തല കുലുക്കി. എന്നിട്ട് നീ അന്ന് നിന്ന് വിളമ്പുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ നിന്റെ പട്ടിയെ കെട്ടത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട്. അതപ്പോ വൃശ്ചിക ഒരു ഈണത്തിൽ പറഞ്ഞു. എന്നിട്ടിപ്പൊ എന്നാ പറ്റി? അതേ ഈണത്തിൽ റോസും തിരികെ ചോദിച്ചു. അത് പിന്നെ കൊള്ളാവുന്നൊരു ചെക്ക മുഖത്ത് നോക്കി ഇഷ്ടമാണെന്നും വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ നമ്മള് പെൺപിള്ളേര് എന്നാ ചെയ്യാനടി? അയ്യടാ, ആ ചിറിയങ്ങ് തുടച്ചു കള, തേനൊഴുകൺ. വൃശ്ചികയുടെ മുഖം മങ്ങി. നിനക്കെന്താ റോസു, ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, അവൾ വൃശ്ചികയെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ കാര്യം ഇങ്ങനെയായി. പറയുന്ന കൂട്ടത്തിൽ യാമിയെ കണ്ണുകൊണ്ടും തൊഴിഞ്ഞിട്ട് അവൾ തുടർന്നു. ദേ ഇരിക്കണ് അടുത്തൊരെണ്ണം. ഇനി നിനക്കും കൂടി പണി കിട്ടണ്ടെന്നോർത്ത് പറഞ്ഞു പോയതാ. ഓ പിന്നെ, നന്ദേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അതാരി ഈ നന്ദേട്ടൻ? വൃശ്ചിക അവളെ നോക്കി ഇളിച്ചു കാട്ടി. രഘുനന്ദൻ എന്നാ പേരിലെ ആ നന്ദനെ മാത്രം ഞാനൊന്നിങ്ങ് എടുത്തതാ. ഇത്ര പെട്ടെന്ന് അത്രയൊക്കെ ആയോ? യെസ് ബേബി. എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ തന്നെ സേതുവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവിടെ അത് കേട്ടപ്പോ പുള്ളിക്കാരനും ബഹു സന്തോഷം. അടുത്ത ആഴ്ച വിഷുവിനോട് അടുപ്പിച്ച് പെണ്ണ് കാണാൻ വരുമെന്നാ നന്ദയുടെ സേതുവേട്ടനോട് പറഞ്ഞിരിക്കുന്നേ. ഓ, എന്റെ ആങ്ങള ഇത്രക്ക് ഫാസ്റ്റ് ആയിരുന്നോ? റോസ് മൂക്കത്ത് വിരൽ വെച്ച് അവളെ നോക്കി. സത്യം പറയാലോ റോസമ്മോ, മറ്റൊരു കാര്യം കൂടി ഓർത്തിട്ടാ ഞാൻ ഓക്കെ പറഞ്ഞത്. റോസും യാമിയും ആകാംക്ഷയോടെ അവളെ നോക്കി. എന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരായി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. അതോ നടന്നില്ല. അതിനു പകരം നിന്റെ ഏട്ടന്റെ ഭാര്യയായി നിന്റെ തറവാട്ടിലേക്ക് വരാമെന്ന് ഞാൻ കരുതി. നിന്റെ ഐഡിയ കൊള്ളാം. റോസ് ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി. എന്തായാലും യാമിയെ നമ്മുടെ പ്രവീണേട്ടൻ സാവധാനം വളച്ചോളും. എന്റെ കാര്യവും ഏതാണ്ടൊക്കെ തീരുവാനായി. എന്റെ ഒരു റേഞ്ച് വെച്ച് എനിക്ക് അങ്ങേരെ പോലുള്ള ആരെങ്കിലുമൊക്കെ പറ്റൂ. വല്ല മണകുണാഞ്ചന്മാരും വന്നാലേ വെറുതെ എന്റെ കൈക്ക് പണിയാകും. ഇനി റോസമ്മോ, നിനക്ക് കൂടി പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. പറഞ്ഞു നിർത്തിയത് മാത്രമേ വൃശ്ചികയ്ക്ക് ഓർമ്മ വന്നുള്ളൂ. റോസിന്റെ ഒറ്റ ആട്ടിൽ അവൾ പുറകോട്ട് മലച്ചുപോയി. ഓടി പുല്ല്, കല്യാണം പ്രേമം എന്നൊക്കെ പറഞ്ഞിനി ഏതേലും ഒരുത്തം വന്നാലേ ചവിട്ടി പറപ്പിക്കും ഞാൻ. റോസിന്റെ ദേഷ്യം കണ്ട് അവരിരുവരും പകപ്പോടെ അവളെ നോക്കി. ഇനി കുറച്ചു നാളെ ഒന്ന് സുഖിച്ച് ജീവിക്കാനാ മോളെ എന്റെ പ്ലാൻ. ഒരാണിന്റെ കൂട്ടില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നേ ഈ റോസമ്മ നോക്കട്ടെ. റോസ് പറഞ്ഞതത്ര ദഹിക്കാത്ത മട്ടിൽ വൃശ്ചികയും യാമിയും നിന്നപ്പോ റോസ് അവരെ നോക്കി പുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും ചിരിച്ചു. മാണിക്കലിൽ നിന്നും ഗോപികൃഷ്ണനും ശ്രീലതയും ചെല്ലുമ്പോൾ പ്രദീപും പ്രവീണും ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ സ്വീകരിച്ചിരുത്തി എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
പണിക്കശ്ശേരിയിലെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടത്. തീരെ പ്രതീക്ഷിക്കാതെ വീട്ടിലെ കാർ കണ്ട ശ്രീമോൾ ചാടി എഴുന്നേറ്റ് വരാന്തയിലേക്ക് ഓടിയപ്പോ മോളെ പതുക്കെ എന്നും പറഞ്ഞുകൊണ്ട് മിനിയും പിന്നാലെ ചെന്നു. കാർത്തികേയനും പ്രദീപും പ്രവീണും എഴുന്നേറ്റ് പിന്നാലെ ചെന്നപ്പോൾ അവർക്കൊപ്പം ഗോപിയും ശ്രീലതയും വരാന്തയിലേക്ക് നീങ്ങി. മിനി വിളിച്ചിട്ടും കേൾക്കാതെ പടികൾ ഓടി ഇറങ്ങിയ ശ്രീമോൾ കാറിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും കാറിന്റെ ഡോർ തുറന്ന് ദേവിക പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അമ്മയെ കണ്ട സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീമോൾ അവരെ വട്ടം കെട്ടിപ്പിടിച്ചു. ദേവികയ്ക്ക് പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങിയ മൈഥിലിയും ശ്രീമോളെ കെട്ടിപ്പിടിച്ചു. മുൻസീറ്റിൽ നിന്നും ഇറങ്ങിയ റിജുവിനെയും നാരായണമേനോനെയും കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ പ്രദീപ് ഞെട്ടിപ്പോയി. അവർ വരുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാച്ച മടിച്ചു നിന്ന കാർത്തികേയനെ വിളിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ പ്രവീണും പിന്നാലെ ചെന്നു. ശ്രീലതയും ഗോപികൃഷ്ണനും വരാന്തയിൽ തന്നെ നിന്നതേയുള്ളൂ. പരസ്പരം നേരെ നോക്കിയ റിജുവും പ്രദീപും ആദ്യമൊന്നും അടിച്ചു നിന്നെങ്കിലും ക്രമേണ അവരിരുവരുടെയും ചുണ്ടുകളിൽ നേരിയൊരു മന്ദഹാസം തെളിഞ്ഞു. ശ്രീമോൾ അച്ഛന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് വിങ്ങിപ്പൊട്ടി. കൈനീട്ടിയ അദ്ദേഹം അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ആ കണ്ണുകളും ചെറുതായി നിറഞ്ഞിരുന്നു. വേണോ വേണ്ടയോ എന്ന മട്ടിൽ മടിച്ച് പ്രദീപ് കൈ നീട്ടിയപ്പോ റിജു ആ കയ്യിൽ പിടിച്ചു കുലുക്കി. എല്ലാവരും വന്ന വഴി തന്നെ നിൽക്കാതെ അകത്തേക്ക് വരുന്നേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മിനി പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ ഒരു കൂടിച്ചേരലിൻ്റെതായ നിമിഷങ്ങളിൽ നിന്നും ഉണർന്നത്. വരൂ. കാർത്തികേയനും ക്ഷണിച്ചതോടെ അവർ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ശ്രീമോൾ അച്ഛന്റെ കയ്യിൽ തൂങ്ങിയാണ് നടന്നത്. റിജു, നീ ആ ഡിക്കിയിൽ നിന്നും എല്ലാം ഇങ്ങ് എടുത്തോളൂ. അച്ഛൻ പറഞ്ഞത് കേട്ട് റിജു തിരികെ കാറിനടുത്തേക്ക് നടന്നപ്പോ പ്രവീണും കൂടെ ചെന്നു. എന്തേ? റിജു ചോദിച്ചു. ഒന്നുമില്ല. പ്രവീൺ തല ചൊറിഞ്ഞു. ഞാനും സഹായിക്കാം സാറേ. സാറോ? ഏട്ടാന്ന് വിളിയടാ. അത് കേട്ടതോടെ പ്രവീണിന്റെ മുഖം വിടർന്നു. പലഹാരങ്ങൾ നിറഞ്ഞ കാർട്ടൺ ബോക്സുകൾ തന്നെ ഉണ്ടായിരുന്നു ഡിക്കിയിൽ 5-6 അതുകൂടാതെ പഴക്കുലകളും. ആ, എന്തായാലും വന്നതല്ലേ, നീ ഈ കാർട്ടൺ ബോക്സുകൾ 2 എടുത്തേ തലയിലേക്ക് കയറ്റിക്കോ. വേണ്ട, ഞാൻ കയ്യിലെടുത്തോളാം. അവൻ പറഞ്ഞു മുഴുമിപ്പിക്കും മുന്നേ റിജു 2 കാർട്ടൺ ബോക്സുകൾ എടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. മറ്റു നിവൃത്തിയില്ലാതെ അതും തലയിൽ വെച്ചുകൊണ്ട് അവൻ തിരിയുമ്പോഴേക്കും പ്രദീപും അവരെ സഹായിക്കാനെത്തി. അളിയൻ ആ പഴക്കുലകളൊക്കെ എടുത്തോ. സങ്കോചമൊന്നുമില്ലാതെ റിജു പറഞ്ഞപ്പോ അവൻ തന്നെ അളിയനായി അംഗീകരിച്ചതിന്റെ സന്തോഷത്തോടെ പ്രദീപ് പഴക്കുലകൾ കയ്യിലേക്കെടുത്തു. അവശേഷിച്ച കാർട്ടൺ ബോക്സുകൾ റിജുവും എടുത്തു. അവരതുമായി അകത്തേക്ക് കയറുമ്പോഴേക്കും എല്ലാവരും സ്വീകരണമുറിയിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീലതയും ഗോപികൃഷ്ണനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒരു അനുഗ്രഹമായി പ്രദീപിന്റെ വീട്ടുകാർക്കും പണിക്കശ്ശേരിക്കാർക്കും തോന്നി. പരസ്പരം ഉണ്ടായിരുന്ന ഇഷ്ടക്കേടിന്റെ ആ മഞ്ഞുരുകിയ ചമ്മൽ മറച്ചുവെക്കാൻ അവരുടെ സാന്നിധ്യം ഉപകരിച്ചു. സ്വാഭാവികമായും അവരുടെ സംസാരം തുടങ്ങിയതും പ്രവീണിന്റെയും യാമിയുടെയും കല്യാണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു. സംസാരത്തിനിടയ്ക്ക് ദേവികയുടെയും മൈഥിലിയുടെയും നോട്ടങ്ങൾ വീടിനകത്തേക്ക് പാളി വീഴുന്നത് ശ്രദ്ധിച്ച മിനി എഴുന്നേറ്റു. വരൂ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. മിനി ക്ഷണിച്ചപ്പോ ശ്രീമോൾ കഴിയുന്ന ആ വീടിന്റെ സൗകര്യം എത്രത്തോളം ഉണ്ടെന്നറിയാനുള്ള ആഗ്രഹം പറയാതെ തന്നെ മിനി മനസ്സിലാക്കിയ സന്തോഷത്തോടെയാണ് അവരിരുവരും എഴുന്നേറ്റത്. ശ്രീമോൾ അച്ഛന്റെ അടുത്ത് തന്നെ ഇരുന്നപ്പോ ദേവികയെയും മൈഥിലിയെയും വീട് കാണിക്കാൻ മിനിയുടെ കൂടെ ശ്രീലതയും കൂടി. വീടിന്റെ അകവും അതിലെ സൗകര്യങ്ങളും പരിസരവുമൊക്കെ ചുറ്റിക്കണ്ടവർ സന്തോഷത്തോടെ തിരികെ സ്വീകരണമുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ അച്ഛന്മാർ 3 പേരും കൂടി പഴയ കേസുകളുടെയും ഹൈക്കോടതിയിലെ കാര്യങ്ങളുടെയും ഒക്കെ ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. പൊതുവെ സംസാരത്തിൽ പിന്നോട്ടായ ഗോപികൃഷ്ണനും ആവേശത്തോടെ സംസാരിക്കുന്നത് കണ്ട് ശ്രീലതയ്ക്ക് അത്ഭുതം തോന്നി. അച്ഛന്റെ തോളിൽ തല ചാരി ശ്രീമോളും അവർക്കിടയിൽ പെട്ടുപോയ മുഖഭാവത്തോടെ പ്രവീണും ഇരിപ്പുണ്ട്. പ്രദീപും റിജുവും എങ്ങോട്ട് പോയടാ? അവരിരുവരെയും ആ കൂട്ടത്തിൽ കാണാതിരുന്നത് കൊണ്ടാണ് മിനി പ്രവീണിനോടത് ചോദിച്ചത്. അവർ രണ്ടുപേരും ആ വരാന്തയിലുണ്ട്, എന്തോ സംസാരിക്കുക. പ്രവീൺ അതിന് മറുപടിയും കൊടുത്തു. കല്യാണത്തിന്റെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും അളിയൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ. അന്നത്തെ ആ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. പ്രദീപിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുകയായിരുന്നു റിജു. ഓ, അതൊന്നും സാരില്ലെന്നേ, തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ടല്ലോ. അതിന് റിജു മറുപടിയൊന്നും പറഞ്ഞില്ല. രമേശനിപ്പോ സേതുമൊക്കെ ആയിട്ട് അകന്നു കഴിയല്ലേ? അതെ, ദേവി അവരോട് ചേർന്ന് പോകത്തില്ല. ആ പ്രശ്നം കൊണ്ടാണല്ലോ കൃഷ്ണൻകുട്ടിമാരാര് വീട് വിട്ടുപോയതും. ശരിയാ, വിവാഹക്കാര്യത്തിൽ ജാതിയും മതവും നോക്കിയിട്ട് ഒരു കാര്യമില്ല. മനസ്സിനും വീടിനും ചേർന്നൊരു പങ്കാളിയെ കിട്ടുക എന്നതാ ഏറ്റവും വലിയ കാര്യം. അതിപ്പോ ആണായാലും പെണ്ണായാലും. റിജു പറഞ്ഞ കാര്യത്തിന്റെ പരമാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രദീപ് നിശബ്ദനായി നിന്നു.
സത്യത്തിൽ എനിക്കന്ന് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് സേതുവിനോടായിരുന്നു. അവൻ പിന്നിലില്ലാതെ ശ്രീമോളെ വീട്ടിൽ നിന്ന് ഇറക്കൊണ്ടുവരാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയായിരുന്നു. പ്രദീപ് അപ്പോഴും നിശബ്ദത വെടിയാതെ അവനെ കേട്ടുനിന്നു. പക്ഷെ സേതുവിന്റെ കാര്യം ഈ അടുത്താ ഞാൻ അറിഞ്ഞത്. താൻ പറഞ്ഞു വരുന്നത് പ്രദീപിനും അറിയാമായിരിക്കും എന്ന സന്ദേഹത്തോടെ അവനെ നോക്കിയിട്ട് റിജു തുടർന്നു. ഞാൻ പറഞ്ഞത് സേതുവിന് ബോംബെയിൽ വെച്ച് സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചാ. അതിപ്പോ നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ തമ്മിൽ രഹസ്യമൊന്നും ഉണ്ടാകാറില്ലാത്തതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാം, അത്ര മാത്രമേ പ്രദീപ് പറഞ്ഞുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അല്പം ജാഗ്രതയിലാണ്. പ്രദീപിന്റെ മുഖം ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. അന്നത്തെ ആ സംഭവത്തിലെ ഒഫീഷ്യലി സേതുവിന്റെ പേര് എവിടെയും ഇല്ലെങ്കിലും അന്ന് മരിച്ച ആ ഗാങ്സ്റ്ററുടെ ബ്രദർ അതെങ്ങാനും അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക്. പറഞ്ഞു മുഴുമിപ്പിക്കും മുന്നേ ദേവികയും മിനിയും വരാന്തയിലേക്ക് കയറി വന്നപ്പോ ആ സംഭാഷണം അവിടെ വെച്ച് മുറിഞ്ഞു. റിജു, നീ കാറിൽ നിന്നും ആ പെട്ടി ഇങ്ങെടുത്തേ. അമ്മ പറഞ്ഞത് കേട്ട് തല കുലുക്കിക്കൊണ്ട് റിജു താഴേക്ക് ഇറങ്ങി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ഒരു സൂട്ട് കേസ് എടുത്തുകൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു. ഈ ഒരു കൂട്ടം കൂടി എനിക്ക് മോളെ ഏൽപ്പിക്കാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ദേവിക അതുമായി അകത്തേക്ക് നടന്നപ്പോ മിനിയും പ്രദീപും റിജുവും അവരെ അനുഗമിച്ചു. അന്നത്തെ പ്രശ്നങ്ങൾക്കിടയിലെ എന്റെ മോൾ ഇറങ്ങി വന്നത് വെറും കൈയോടെ ആണെന്നറിയാം. അവൾക്ക് അവകാശപ്പെട്ടത് തരാൻ വേണ്ടി കൂടിയാ ഞാനിത് കൊണ്ടുവന്നത്. അതും പറഞ്ഞുകൊണ്ട് അവരാ സൂട്ട് കേസ് തുറന്നു. സ്വർണമാലകളും നെക്ലസുകളും വളകളും കമ്മലുകളും ഒക്കെ ഉൾപ്പെടെ ഏകദേശം 100 പവനടുത്ത് വരുന്ന ആഭരണങ്ങൾ അതിനുള്ളിൽ കണ്ട ശ്രീലത തൊട്ടടുത്തിരുന്ന ഗോപികൃഷ്ണനെ മുട്ടുകൈ കൊണ്ടൊന്നുന്തി. തിരുവോത്തേക്ക് വിടുമ്പോ അത്രയൊന്നുമില്ലെങ്കിലും യാമിക്കും കഴിവിന്റെ പരമാവധി കൊടുക്കണമല്ലോ എന്നുള്ള സൂചനയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതുകൂടാതെ അവരുടെ പേരിലേക്ക് ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ തീരാധാരമായത്. പെട്ടിയുടെ കീഴിലുണ്ടായിരുന്ന 2-3 മുദ്രക്കടലാസുകളുടെ കെട്ടുകളെടുത്ത് പ്രദീപിന് നേർക്ക് നീട്ടിക്കൊണ്ടാണ് ആ അമ്മ പറഞ്ഞത്. അതൊക്കെ അമ്മ നേരിട്ട് അവൾക്ക് തന്നെ കൊടുത്താൽ മതി. പ്രദീപ് പറഞ്ഞത് കേട്ട് ശ്രീമോൾ എഴുന്നേറ്റ കടലാസ് കെട്ടുകൾ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് പ്രദീപിനോട് ചേർന്ന് നിന്നു. അത് കണ്ട് നാരായണ മേനോൻ എഴുന്നേറ്റ് കാർത്തികേയന്റെ കൈകൾ എടുത്തു പിടിച്ചു. അന്ന് നിങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ഈ വിവാഹത്തെ എതിർത്തത് പഴയ മനസ്സിന്റെ തെറ്റായ ചിന്തകളായി കരുതിയാ മതി. മക്കളുടെ സന്തോഷമാണ് വലുതെന്നറിയാൻ ഇത്തിരി വൈകിപ്പോയി. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പണിക്കശ്ശേരിയിലെ ആ കാരണവർ അത് പറഞ്ഞപ്പോ ആ സന്തോഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏവരും അല്പനേരത്തേക്ക് നിശബ്ദരായി. അതെ, മതില് പണിയുമ്പോ റോസെല്ലാം പറിച്ച് കളയേണ്ടി വരുമല്ലോ റോസമ്മോ. മതില് പണിയുന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്ന ആൻഡ്രോ ചേട്ടന്റെ അഭിപ്രായം റോസമ്മയെ ചൊടിപ്പിച്ചു. എന്റെ റോസയിലെങ്ങനും തൊട്ടാല് പ്രായത്തിൽ മൂത്തതാണെന്ന് ഞാൻ ഓർക്കില്ല, ചവിട്ടി കൂട്ടി ഞാൻ. കാലുയർത്തിക്കൊണ്ടുള്ള അവളുടെ ആ പറച്ചിൽ കേട്ട് ആൻഡ്രോ ചേട്ടൻ ചിരിച്ചു. റോസാ ചെടികൾക്ക് കോട്ടം തട്ടാതെ പണിയാൻ പറ്റുമെങ്കിലേ പണിതാ മതി. നോക്കാം നമുക്ക്. ആ, നോക്കിയാ ആൻഡ്രോ ചേട്ടന്റെ കൊള്ളാം. അതുപോലെ ആ കുളത്തിന്റെ സൈഡിൽ മതിലിട്ടുമ്പോ താഴെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വാർക്കേണ്ടി വരും കേട്ടാ. അതിനെന്താ അങ്ങോട്ട് വാർക്കണം? അതിനൊക്കെ നല്ല കാശ് വരും. പിന്നെ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. കാശ് എനിക്കൊരു പ്രശ്നമല്ല മിസ്റ്റർ. ആൻഡ്രോ ചേട്ടൻ അത് കേട്ട് കണ്ണു വിഴിച്ചു. എങ്ങനെ? പണ്ട് കാപ്പണം പോയാൽ കമിഴ്ന്ന് വീഴുന്നവളല്ലേ, അതാ ചോദിച്ചത്. അത് പഴയ റോസമ്മ, ഇത് റോസ്മേരി മാഡം. റോസമ്മ അങ്ങേരുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്നു. ഓവേ ശരി മാഡം. ആൻഡ്രോ ചേട്ടൻ കളിയായിട്ട് അവളുടെ മുന്നിൽ പഞ്ചപുച്ച മടക്കി കാട്ടി. മതിലിന്റെ അളവുകളും കണക്കുകളും ഒക്കെ എടുത്തിട്ട് ആൻഡ്രോ ചേട്ടൻ ഇറങ്ങാൻ നേരത്താണ് കാശിയപ്പൂപ്പൻ കയറി വന്നത്. ആ, ദേ ബോഡി ഗാർഡ് വന്നല്ലോ. ബോഡി ഗാർഡോ? അവൾ കണ്ണു മിഴിച്ചു. അത് നിനക്ക് അറിയില്ലേ റോസ കൊച്ചേ, എന്നെ ഇപ്പൊ യുവന്മാരെല്ലാം വിളിക്കുന്നതേ നിന്റെ ബോഡി ഗാർഡെന്നാ. കാശിയപ്പൂപ്പന് വേണ്ടാത്ത പേരൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഞാനൊരു ദിവസം കവലയിലേക്ക് ഇറങ്ങും. എന്റെ പൊന്നോ, ഞാൻ പോണു. ആൻഡോ ഓടി സൈക്കിളിൽ കയറുന്നത് കണ്ട് കാശിയപ്പൂപ്പനും റോസും ചിരിച്ചു. എന്താ റോസ കൊച്ചിനൊരു ആലോചന? വരാന്തയിലെ പടികളിലേക്ക് ഇരിക്കുന്നതിനിടയിൽ കാശിയപ്പൂപ്പൻ ചോദിച്ചത് കേട്ട് റോസ് ആശ്ചര്യത്തോടെ അങ്ങേരെ നോക്കി. അത് അപ്പൂപ്പൻ എങ്ങനെ മനസ്സിലായി? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞുകൂടെ കൊച്ചേ. വാത്സല്യത്തിന്റെ തണലിലേക്ക് ചേക്കേറിയ പക്ഷിക്കുഞ്ഞിനെ പോലെ അവൾ കാശിയപ്പൂപ്പന്റെ ചുമലിലേക്ക് തല ചായ്ച്ചു. ഇന്ന് നമ്മുടെ കടയിൽ കണ്ട ആ സുജി ചേച്ചിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഞാൻ. അവർക്കെന്ത് പറ്റി? 10 വയസ്സുള്ള മോളെയും കൊണ്ട് അവര് തനിച്ചാ താമസം കാശിയപ്പൂപ്പ. ഭർത്താവില്ലേ അവർക്ക്? കാശിയപ്പൂപ്പന്റെ ചോദ്യം കേട്ട് അവൾ ചിറി കോട്ടി.
ഭളിത്താവൊക്കെയുണ്ട്. സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ സ്നേഹിച്ച് നടന്നിരുന്നപ്പോഴൊക്കെ അറിഞ്ഞില്ലത്രേ അങ്ങേരുടെ തനി സ്വഭാവം. ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോ പുള്ളിക്കാരി അങ്ങേരെ ഉപേക്ഷിച്ച് പോന്നതാ. ഒരു നെടുവീർപ്പോടെ അവൾ കാശിയപ്പൂപ്പനെ നോക്കി. നമ്മൾ കടയിലേക്ക് കയറി ചെന്നപ്പോ അവര് നിന്നിരുന്നത് അപ്പൂപ്പൻ ഓർക്കുന്നുണ്ടോ? ആ നിൽപ്പ് കണ്ടാ പറയോ ഉള്ളിലൊരു വേദനയുടെ ഭാരവും താങ്ങിയാ നിൽക്കുന്നതെന്ന്. ചിരിച്ച് കാട്ടുന്ന മുഖങ്ങൾക്ക് പിന്നിൽ എന്തെല്ലാമാണല്ലേ മറിഞ്ഞിരിക്കുന്നേ. തോളിൽ ചാരി നിശബ്ദയായി പോയവളെ കാശിയപ്പൂപ്പൻ വാത്സല്യത്തോടെ നോക്കി. ആ സമയം വീടിന് മുന്നിൽ വന്നു നിന്ന കാറിൽ നിന്നും വിൽസൺ ഇറങ്ങി. തുടരും. അപ്പോ ഇനി അടുത്ത ആഴ്ച നമുക്ക് റോസിന്റെ കൂടെ കുട്ടിക്കാനത്തേക്ക് ഒരു യാത്ര പോകാം. അവിടുത്തെ വിശേഷങ്ങളുമായി ഇനി അടുത്ത തിങ്കളാഴ്ച കാണാം. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നത് കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.